ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ് എന്നുള്ള പേപ്പറിൽ മൊഡ്യൂൾ 1-ലുള്ള ദ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 1-ൽ നിന്ന് യൂണിറ്റ് 2-ലെയും യൂണിറ്റ് 3-ലെയും ക്വസ്റ്റ്യൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ടോപ്പിക്സിൽ നിന്നാണ് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് മൊഡ്യൂൾ 1-ൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏർലി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ആണ്. സോ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുമ്പോൾ അറൗണ്ട് 450 ടു 1066 AD വരെയാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏർലി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിൽ ഏർലിയസ്റ്റ് ആയിട്ട് ഇൻഹാബിറ്റ് ചെയ്തിരുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ കെൽട്ടിക് ട്രൈബ്സ് എന്നാണ് വിളിക്കുന്നത്. CELTIC. ഈ കെൽട്ടിക് ട്രൈബ്സ് ആണ് ആദ്യമായിട്ട് ബ്രിട്ടനിൽ വന്ന് ഇൻഹാബിറ്റ് സെറ്റിലേഴ്സ് എന്ന് പറയുന്നത് ഈ കെൽട്ടിക് ട്രൈബ്സ് ആണ്. അതിനുശേഷമാണ് ആംഗിൾസും സാക്സൺ പീപ്പിളും അതുപോലെ തന്നെ റോമൻസും ഒക്കെ വന്നത്. ഈ കെൽട്ടുകൾ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സ് എന്ന് പറയുന്നത് അവർ കെൽട്ടിക് ലാംഗ്വേജസ് ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരുടേതായിട്ടുള്ള ട്രൈബൽ സൊസൈറ്റിയിൽ താമസിച്ചു. അവരുടെ ഓൺ ചീഫ്സും വാരിയേഴ്സും അവർക്കുണ്ടായിരുന്നു. ആൻഡ് അവർ പേഗൻ റിലീജിയസ് റിച്വൽസ് ആണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അതർ ദാൻ ക്രിസ്ത്യാനിറ്റി, അതാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. നേച്ചറിനെ ആയിരുന്നു അവർ വേർഷിപ്പ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സേക്രഡ് ഗ്രൂവ്സിനെ, അതായത് ഈ നമ്മുടെ ഇതുണ്ടല്ലോ കാവുകളൊക്കെ ഇല്ലേ, അതൊക്കെയായിരുന്നു ഇവർ വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇവരെക്കുറിച്ചുള്ള, അതായത് ഇവരുടെ പണ്ടത്തെ സ്പിരിച്വൽ ആൻഡ് ആസ്ട്രോണമിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് സ്റ്റോൺ ഹെഞ്ചസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്രോമിൽ അടിച്ചു കൊടുക്കുമ്പോൾ അറിയാൻ സാധിക്കും, ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും സ്റ്റോൺ ഹെഞ്ചസ്. അതൊക്കെ ഇവരുടെ ഈ കെൽട്ടിക് ഗ്രൂപ്പുകാരുടെ ഈ ഈ ട്രൈബ്സിൻ്റെ ഒരു ആസ്ട്രോണമിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അവരുടെ ഒരു ഏർലിയസ്റ്റ് നോൺ സ്ട്രക്ചറാണ് സ്റ്റോൺ ഹെഞ്ച്. ഇനി 55 BCEയിൽ ജൂലിയസ് സീസറാണ് ഫസ്റ്റ് എന്ത് ചെയ്തത്, ബ്രിട്ടൻ ഇൻവേഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തത്. ദോ ഹിസ് എക്സ്പെഡീഷൻസ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പ്ലോറേഷന് വേണ്ടിയായിരുന്നു, അല്ലാതെ പെർമനൻ്റ് ആയിട്ട് താമസിക്കാൻ വേണ്ടിയല്ലായിരുന്നു ഇദ്ദേഹം ഇൻവേഷൻസ് ഒക്കെ നടത്തിയത്. ആക്ച്വലായിട്ട് റോമൻ കോൺക്വസ്റ്റ് തുടങ്ങിയത് ബ്രിട്ടനിൽ 43 CEയിലാണ്. എംപറർ ക്ലോഡിയസ് ആയിരുന്നു ഇത് ലീഡ് ചെയ്തത്. റോമൻസ് എന്ത് ചെയ്തു, ടൗൺസും റോഡ്സും ബിൽഡിങ്സും ഒക്കെ ബ്രിട്ടനിൽ ത്രൂ ഔട്ട് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവരാണ് ലാറ്റിൻ എന്നുള്ള ലാംഗ്വേജിനെ ബ്രിട്ടനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ആക്കി മാറ്റിയത്. അതുകൊണ്ടാണ് പിന്നീട് ഇംഗ്ലീഷ് വൊക്കാബുലറി എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കുറേ ലാറ്റിൻ വേർഡ്സിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ റോമൻസ് തന്നെയാണ് ഈ ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ പിന്നീടാണ് അത് സ്പ്രെഡായത് വൈഡായിട്ട്. ഇനി മോഡേൺ ഡേ ലണ്ടൻ ആ സമയത്ത് വിളിച്ചിരുന്നത് ലണ്ടനിയം എന്നായിരുന്നു, LONDINIUM. അപ്പോൾ ആ സിറ്റീസൊക്കെ പിന്നീട് റോമൻ ട്രേഡിനും ഗവർണൻസിനും ഒക്കെ സെൻറ്റേഴ്സായി മാറി. പിന്നെ റോമൻ വില്ലാസ്, ബാത്ത്, ഇതെല്ലാം അവരുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഈ ലണ്ടനിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടനിലെ ആർക്കിടെക്ചറൽ ലൈഫ് സ്റ്റൈലിലും എല്ലാം റിഫ്ലക്റ്റഡ് ആവാൻ തുടങ്ങി. ആൻഡ് ബ്രിട്ടൻ പിന്നെ എന്ത് ചെയ്തു, ഒരു റോമൻ പ്രൊവിൻസ് ആയിട്ട് 400 വർഷത്തോളം റിമെയിൻ ചെയ്തു. റോമൻ്റെ പ്രസൻസ് അവർക്ക് ലിറ്ററസിയും റിട്ടൺ റെക്കോർഡ്സും ഒക്കെ ബ്രിട്ടനിലോട്ട് കൊണ്ടുവന്നു. ബൈ ദ 4th century ആയപ്പോൾ റോമൻ ബ്രിട്ടൻ വാസ് ക്രിസ്ത്യനൈസ്ഡ്. പേഗനിസം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ക്രിസ്ത്യാനിറ്റി നല്ല രീതിയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്തു. റോമൻ ആർമി 410 CEയിൽ അവർ തിരിച്ചു പോയി. അതായത് ബ്രിട്ടീഷ് എംപയറിൽ വേറെ കുറച്ച് ഇൻവേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് റോമൻ എംപയർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ റോമൻസ് ഇവിടെ നിന്ന് പോയി. കെൽട്ടിന് റോമൻ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതായത് ഈ റോമൻ വിഡ്രോയലിന് ശേഷം ബ്രിട്ടൻ വളരെ വൾണറബിൾ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അതായത് ഒരുപാട് ഇൻവേഷൻസ് അപ്പോൾ വരാൻ തുടങ്ങി. അവരെ അത്രയും കാലം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പോയപ്പോഴത്തേക്കും ഇവർക്ക് കുറേ അധികം ആളുകൾ ഇവരെ ഇൻവേഡ് ചെയ്യാൻ വന്നു ബ്രിട്ടൻ. അപ്പോൾ ഈ കെൽറ്റ് ട്രൈബ്സ് ഉണ്ടല്ലോ, അവർക്ക് സ്വന്തമായിട്ട് ഇവരെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു വിത്തൗട്ട് റോമൻ സപ്പോർട്ട്. അപ്പോൾ ജർമേനിക് ട്രൈബ്സ് എന്നും പറഞ്ഞ് പെർട്ടിക്കുലർലി 2 ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകാർ ബ്രിട്ടനെ റെയ്ഡ് ചെയ്തു. ജർമേനിക് ട്രൈബ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്, ആ ഗ്രൂപ്പിനെ വിളിക്കുന്നത്. എസ്പെഷ്യലി ആംഗിൾസ്, സാക്സൺസ് ആൻഡ് ജ്യൂട്സ്. ഈ ട്രൈബുകൾ എന്ത് ചെയ്തു, വേർ ഇനിഷ്യലി ഇൻവൈറ്റഡ് ബൈ ബ്രിട്ടൻസ് ടു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് പിക്സ് ആൻഡ് സ്കോട്സ്. അതായത് ഈ ബ്രിട്ടനിൽ തന്നെ ഈ ട്രൈബിനെ എന്തിനാ ഇൻവൈറ്റ് ചെയ്ത്, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവൈഡ് ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്തതാണ് ബ്രിട്ടനിലോട്ട്. അതായത് സ്കോട്ട് എന്നുള്ള ഗ്രൂപ്പിനെയും PICTS പിക്സ് എന്നുള്ള ഗ്രൂപ്പിനെയും കൂടി തുരത്താൻ വേണ്ടി ഇവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത. പക്ഷേ ഇൻവൈറ്റ് ചെയ്ത ആളുകൾ പിന്നീട് അവിടെ വിട്ടു പോകാതെ ബ്രിട്ടനെ എന്ത് ചെയ്തു, റെയ്ഡ് ചെയ്ത് ലൂട്ട് ചെയ്ത് അവിടെ താമസിക്കാൻ തുടങ്ങി.
അങ്ങനെയാണ് ആംഗിൾസും പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അപ്പോൾ ആംഗിൾസും അങ്ങനെയാണ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് ആംഗിൾസും സാക്സൺസും തമ്മിൽ വഴക്കായി. റോമൻ സിവിലൈസേഷൻ ബ്രിട്ടൻ ഗ്രാജുവലി 5th സെഞ്ചുറി ആയപ്പോൾ ക്രംബിൾഡ് ആയി. ലാറ്റിൻ ഇൻഫ്ലുവൻസ് സർവൈവ് ചെയ്തു, മെയിൻലി ഈ ചർച്ച് റൈറ്റിംഗ്സിലും ലീഗൽ വൊക്കാബുലറിയും. അതായത് ഈ പിന്നെ കോടതി അല്ലെങ്കിൽ ലീഗൽ കോർട്ട് പ്രൊസീഡിങ്സിലൊക്കെ ലാറ്റിൻ വൊക്കാബുലറി തന്നെ നിന്നു. റോമൻസ് ബിൽഡ് ചെയ്ത റോഡ്സും ടൗൺസും എന്ന് വെച്ചാൽ അതുപോലെ തന്നെ കിടന്നു, ആ ഒരു ഫൗണ്ടേഷൻ പോലെ. ബ്രിട്ടൻ പിന്നീട് ഒരു കൾച്ചറൽ ഫ്രാഗ്മെന്റേഷന്റെ പീരീഡിലോട്ട് എൻ്റർ ചെയ്തു. കാരണം റോമൻസ് പോയല്ലോ, പിന്നെ വേറെ ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ കൾച്ചറലി ഒരു മിക്സായി മാറി ആര്, ബ്രിട്ടൻ. കെൽറ്റിക് സ്പീക്കിംഗ് പീപ്പിളിനെ വെസ്റ്റ് വേൾഡിലോട്ട് ഇവരെല്ലാം പുഷ് ചെയ്ത് കളഞ്ഞു. അതായത് വെസ്റ്റിലോട്ടെന്ന് വെച്ചാൽ സ്കോട്ട്ലൻഡിലോട്ടും വെയിൽസിലോട്ടും ഒക്കെ ഈ കെൽറ്റിക് ട്രൈബിൽ അല്ലെങ്കിൽ കെൽറ്റിക് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആളുകളെല്ലാം അങ്ങ് പുഷ് ചെയ്ത് മാർജിനലൈസ് ചെയ്തു. റോമൻ ബ്രിട്ടൻ ക്രിയേറ്റഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ലേറ്റർ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്സ്. ആർക്കിയോളജിക്കൽ റിമെയിൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്, മൊസൈക്കും കോയിൻസും ഒക്കെ ഉണ്ട് റോമൻ ഇൻഫ്ലുവൻസിന്റെ. ദസ് ഏർലി ബ്രിട്ടന്റെ സ്റ്റോറി എന്ന് പറയുന്നത് കെൽറ്റിക് ട്രഡീഷൻ ഉണ്ട്, റോമൻ സിവിലൈസേഷന്റെ ഉണ്ട്, ആംഗ്ലോ സാക്സൺ ഡോമിനൻസിന്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റോമൻ ഇൻവേഷൻ ആണ്. ഇപ്പോൾ ജൂലിയസ് സീസറാണ് ഫസ്റ്റ് ഇൻവേഡ് ചെയ്തതെന്ന് പറഞ്ഞു 55 BCE. അതൊരു ബ്രീഫ് എൻകൗണ്ടർ ആയിരുന്നു. സെക്കൻഡ് ഇൻവേഷൻ എന്ന് പറയുന്നത് 54 BCE അത് ലാർജർ ഇൻവേഷൻ ആണെങ്കിലും സ്റ്റിൽ ടെമ്പററി ആയിട്ടുള്ളൊരു ഇൻവേഷൻ ആയിരുന്നു. അദ്ദേഹം ചുമ്മാ എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നിട്ടങ്ങ് പോയി. പിന്നീടാണ് എംപറർ ക്ലോഡിയസ് 43 CE വന്നിട്ട് എന്ത് ചെയ്തത്, ബ്രിട്ടനെ അനക്സ് ചെയ്ത് കൺട്രോളിലാക്കിയത്. 40,000 റോമൻ സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് പിടിച്ചെടുത്തത്. നേറ്റീവ് ട്രൈബ്സ് റെസിസ്റ്റ് ചെയ്തെങ്കിലും ഗ്രാജുവലി അവരും കീഴടങ്ങേണ്ടി വന്നു, ഡിഫീറ്റഡ് ആയിരുന്നു. അതായത് കെൽറ്റിക് ട്രൈബ്സിന്റെ കാര്യമാണ് പറയുന്നത്. റോമൻസ് എന്ത് ചെയ്തു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജി ഒക്കെയാണ് യൂസ് ചെയ്ത്, അങ്ങനെയാണ് ഇവരെ വീഴ്ത്തിയത്. അവർ ഫോർട്രസസ് ഒക്കെ ബിൽഡ് ചെയ്തു. പിന്നെന്താണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് നിന്നാണ് ബ്രിട്ടനെ ആക്രമിച്ചത്. റോമൻസ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടനെ എന്ത് ചെയ്തത്, ഡിഫീറ്റ് ചെയ്തത് അല്ലെങ്കിൽ പെസിഫൈ ചെയ്തത്. അവർ സ്റ്റോൺ ആർക്കിടെക്ചറൊക്കെ കൊണ്ടുവന്നു. ഈ കെൽറ്റിക് ട്രൈബ്സ് വുഡൻ ഹട്ട്സിന് അല്ലെങ്കിൽ വുഡിന്റെ ഇമ്പോർട്ടൻസ് ആണ് എല്ലാത്തിനും കൊടുത്തിരുന്നതെങ്കിൽ റോമൻസ് ആണ് സ്റ്റോൺ ആർക്കിടെക്ചർ ബിൽഡിങ്സ് ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ റോമൻ ബാത്സ് ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ഓഫ് കൾച്ചർ ആൻഡ് ലെഷർ ആണ് ബ്രിട്ടനിൽ. റോമൻ റോഡ് സിസ്റ്റവും ഇപ്പോഴും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. റോമൻ ആംഫി തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു പബ്ലിക് ഗെയിംസിനും ഗ്യാതറിങ്സിനും വേണ്ടി. റോമൻ കോയിൻസ് ട്രേഡ് ആൻഡ് മണിക്ക് വേണ്ടി യൂസ് ചെയ്തു. ന്യൂ ക്രോപ്സ് ഒക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗ്രേപ്സും ഫാമിങ്ങും ഒക്കെ ഇംപ്രൂവ് ചെയ്തു ഇവർ. റോമൻ ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഓർഡർ ക്രിയേറ്റ് ചെയ്തത്. റോമൻസ് ആണ് ക്രിസ്ത്യാനിറ്റി ലേറ്റസ്റ്റ് സ്പ്രെഡ് ചെയ്തത്. ഓക്കെ, ദെൻ ലാറ്റിൻ വേർഡ്സ് എല്ലാം പതുക്കെ ലോക്കൽ ലാംഗ്വേജസിലോട്ട് ഇൻക്ലൂഡഡ് ആവാൻ തുടങ്ങി. ബ്രിട്ടനെ കുഞ്ഞു പ്രോവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ഇവർ ഫോർ എഫിഷ്യൻറ്റ് റൂളിന് വേണ്ടി. റോമൻ സോൾജിയേഴ്സ് തന്നെ ലോക്കൽസിനെയൊക്കെ മാരി ചെയ്തു. അങ്ങനെ കൾച്ചേഴ്സ് തമ്മിൽ ബ്ലെൻഡായി. പിന്നെന്താണ്, റോമൻ മിലിറ്ററി ആയിരുന്നു ബ്രിട്ടനെ സ്റ്റേബിൾ ആക്കി കുറേ സെഞ്ചുറീസ് 400 years നിർത്തിയിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഇവരുടെ സമയത്താണ് ട്രേഡ് നല്ല രീതിയിൽ ഫ്ലറിഷ്ഡ് ആയി. പക്ഷെ റോം 4th century അത് ഡിക്ലൈൻഡ് ആയി. അങ്ങനെ കൺട്രോൾ എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെന്താണ്, പേഗൻ ടെമ്പിൾസ്, കെൽറ്റിക്കിന്റെ പേഗൻ ടെമ്പിൾസ് എല്ലാം എന്തായി മാറി, ക്രിസ്ത്യൻ ചേർച്ചസ് ആയിട്ട് മാറി. ക്രിസ്ത്യൻ ബിഷപ്സ് ഒക്കെ വരാൻ തുടങ്ങി ബ്രിട്ടനിലും. അപ്പോൾ റോമൻ ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്തായി മാറി, അത് പിന്നീട് 4th century ആയപ്പോഴത്തേക്കും അതെല്ലാം ഡിക്ലൈൻഡ് ആയി. ആൻഡ് 410 CE അവർ ബ്രിട്ടനിൽ റിട്രീറ്റ് ആയി തിരിച്ചു പോകുന്നത്. ഓക്കെ, മൂന്നാമത്തതാണ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആംഗിൾസും സാക്സൺസും തമ്മിലുള്ള വഴക്ക്. അത് തുടങ്ങിയത് റോമൻസ് വിത്ഡ്രോ ചെയ്ത് പോയല്ലോ. അപ്പോൾ വേറെ പുതിയ ആളുകൾ വന്ന് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ആളുകളായിരുന്നു ആംഗിൾസും സാക്സൺസും ജൂഡ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പൊക്കെ. അവർ റോമൻസ് 410 CE വിത്ഡ്രോ ചെയ്തപ്പോൾ ഇവരെല്ലാം കൂടി ഇടിച്ചു കയറിഞ്ഞ് വന്നു. ആംഗിൾസും സാക്സൺസും ജൂഡ്സും എല്ലാം എന്താണ്, ജർമ്മനിയിൽ നിന്നും ഡെൻമാർക്കിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നുള്ള ആളുകളായിരുന്നു. അവർ ഇനിഷ്യലി നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്തത്, ഈ നോർത്തേൺ ട്രൈബൽ പീപ്പിളിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി. സൂൺ ഇവരെല്ലാവരും കൂടി വന്ന് ആംഗിൾസും സാക്സൺസും ഈ ഇൻവൈറ്റ് ചെയ്ത ആളുകളെല്ലാം കൂടി എന്ത് ചെയ്തു, ഗസ്റ്റായിട്ട് നിന്ന ആളുകളെല്ലാം കൂടി ലാൻഡിനെ പിടിച്ചടക്കുകയും പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യുകയും ചെയ്തു അവിടെ. അവരുടെ കോൺക്വസ്റ്റ് ഒരുപാട് നേറ്റീവ് കെൽറ്റിക് ഗ്രൂപ്പുകളെയും എല്ലാം എന്ത് ചെയ്തു, വെയിൽസ് അല്ലെങ്കിൽ കോൺവോൾ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് പോലുള്ള ഏരിയാസിലോട്ട് അവരെ അങ്ങ് തള്ളിവിട്ടു. കെൽറ്റിക് ട്രൈബ്സിനെ, അവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ട്രൈബ്സിന് കോൺക്വസ്റ്റ് വളരെ സ്ലോ ആയിട്ടായിരുന്നു. 5th to 7th centuries വരെ കോൺക്വസ്റ്റ് ഇവരിങ്ങനെ പതുക്കെയാണ് ബ്രിട്ടനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുഞ്ഞു സ്മോൾ ആംഗ്ലോ സാക്സൺ കിങ്ഡംസ് എമേർജ് ചെയ്തു. അതിനെയാണ് ഹെപ്റ്റാർക്കി എന്ന് വിളിക്കുന്നത്. ഈ ആംഗ്ലോ സാക്സൺ കിങ്ഡംസിനെ ഹെപ്റ്റാർക്കി, HEPTARCHY 7 കിങ്ഡംസ് ഉണ്ടായിരുന്നു. കെന്റ്, സസെക്സ്, വെസെക്സ്, എസെക്സ്, ഈസ്റ്റ് ആംഗ്ലിയ, മേഴ്സിയ ആൻഡ് നോർത്തംബ്രിയ. ഈച്ച് കിങ്ഡത്തിന് ഓരോ കിങ് ഉണ്ടായിരുന്നു.
ആംഗ്ലോ സാക്സൺസും പേഗൻ റിലിജനാണ് പ്രാക്ടീസ് ചെയ്തത്, അല്ലാതെ ക്രിസ്ത്യാനിറ്റി അല്ല. അവരുടെ വേർഷിപ്പിംഗ് ഗോഡ്സ് നിങ്ങൾക്ക് അറിയാവുന്ന തോറൊക്കെ ആയിരുന്നു. ലേറ്റർ മിഷണറീസ് ആണ് ക്രിസ്ത്യാനിറ്റിയെ റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് റോമൻസ് വന്നപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ കൊണ്ടുവന്നു, പക്ഷേ ആംഗ്ലോ സാക്സൺസ് വന്നപ്പോൾ എന്ത് ചെയ്തു, അവർ പേഗൻ വേർഷിപ്പിലോട്ട് പിന്നെയും തിരിഞ്ഞു. ആൻഡ് ലേറ്റർ മിഷണറീസ് ആണ് വീണ്ടും ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരുപാട് പേര് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലോട്ടായി മാറി. ഈ കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞ ജർമ്മൻ, അതായത് ആംഗിൾസും സാക്സൺസും തമ്മിലുള്ള പ്രശ്നം ജർമ്മേനിക് ലാംഗ്വേജിനെ കൊണ്ടുവന്നു. അതാണ് പിന്നീട് ഓൾഡ് ഇംഗ്ലീഷ് ആയിട്ട് മാറിയത്. ഓൾഡ് ഇംഗ്ലീഷിൽ കൂടുതലും ജർമ്മേനിക് വൊക്കാബുലറി ആയിരുന്നു ഉണ്ടായിരുന്നത്, കുറച്ച് ലാറ്റിൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആംഗ്ലോ സാക്സൺസ് നല്ല ഫാമേഴ്സും വാരിയേഴ്സും ആയിരുന്നു. അവരാണ് വില്ലേജ് കമ്മ്യൂണിറ്റി, ട്രൈബൽ ലോ പോലെയുള്ള സിസ്റ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ കിങ്ഡംസ് തമ്മിലുള്ള വാർഫെയർ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിരുന്നു. ആംഗ്ലോ സാക്സൺസ് ലോർഡും വാരിയറും തമ്മിൽ നല്ല ലോയൽറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് രാജാവും വാരിയേഴ്സും തമ്മിൽ എപ്പിക്, ഇതിനകത്ത് വരുന്ന ഓൾഡ് ഇംഗ്ലീഷിൽ വരുന്ന ഒരു എപ്പിക് പോയട്രിയാണ്, ഈ സമയത്ത് ഒരു എപ്പിക് പോയട്രിയാണ് വിയോവുൾഫ് എന്ന് പറയുന്നത്. അത് ആ വാരിയർ കൾച്ചറിനെ കാണിക്കുന്ന ഒരു എപ്പിക് പോമാണ് വിയോവുൾഫ്. മൊണാസ്ട്രീസ് ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ലാറ്റിൻ ലേണിംഗ് എന്ന് പറയുന്ന ഓൾഡ് ഇംഗ്ലീഷ് മിക്സ് ആയിരുന്നു. അപ്പോൾ ഈ കോൺക്വസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തത് ബ്രിട്ടനിൽ. ആംഗ്ലോ സാക്സൺസ് അവർക്ക് ഈ എന്താ പറയുക, കുറേ ബറിയൽ ട്രഷേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ ആർട്ടിനകത്ത് മെറ്റൽ വർക്കും ഇല്ലുമിനേറ്റഡ് മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പേഗൻ ആൻഡ് ക്രിസ്ത്യൻ ബിലീവ്സ് കുറേ സമയം കോഎക്സിസ്റ്റ് ചെയ്തിരുന്നു. പിന്നെന്താണ്, കിൻഷിപ്പ് ടൈസിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഭയങ്കര റിവെഞ്ച് മെൻറ്റാലിറ്റി ആയിരുന്നു. ആംഗ്ലോ സാക്സൺ ലോ കോഡ്സ് ആയിരുന്നു അവരുടെ, അതായത് ഏർലി ഗവൺമെൻറ് സിസ്റ്റം ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവരുടെ ലോ കോഡ്സ് ഉണ്ടായിരുന്നു. റോമൻസ് പോയതിനു ശേഷം പിന്നെ ഇവരുടെ നിയമമായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു കോൺക്വസ്റ്റ് കെൽറ്റിക് ട്രൈബ്സിനെ, അവരുടെ ആ ഒരു ഡോമിനേഷനെ അങ്ങ് റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എൻഡ് ചെയ്തു. ആംഗ്ലോ സാക്സൺസ് നോർമൻ കോൺക്വസ്റ്റ് ഓഫ് 1066 വരെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവരുടെ കോൺക്വസ്റ്റ് ആണ് ബ്രിട്ടീഷ് ലാംഗ്വേജിനെയും കൾച്ചറിനെയും ഒക്കെ എന്ത് ചെയ്തത്, മാറ്റങ്ങൾ, അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെയും പെർമനൻ്റ് ആയിട്ട് മാറ്റങ്ങൾ വരുത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് നോക്കാം. ആംഗ്ലോ സാക്സൺ പോയട്രി ഫീച്ചേഴ്സും, പിന്നെ ബിയോവുൾഫ് എന്നുള്ള വർക്ക്, കേറ്റ്മൻ എന്നുള്ള പോയിറ്റ്, കിനി വൂൾഫ് എന്നുള്ള പോയിറ്റിൻ്റെ കാര്യവും, ആംഗ്ലോ സാക്സൺ പ്രോസും, കിങ് ആൽഫ്രഡും, പിന്നെ വെനറബിൾ ബീഡിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആംഗ്ലോ സാക്സൺ പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ലാർജ്ലി ഓറലാണ്. റെസിറ്റേഷനിലൂടെ വാമൊഴിയായിട്ടാണ് ഇത് പാസ് ഡൗൺ ചെയ്തിരിക്കുന്നത് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഓൾഡ് ഇംഗ്ലീഷിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പോംസ് എന്ന് പറയുന്നത് വളരെ അലിട്രേഷൻ ഉണ്ടായിരുന്നു. അതായത് റൈമിംഗ് ഇല്ല, അലിട്രേഷൻ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈച്ച് ലൈനിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സെഷുറ എന്ന് പറയുന്ന ഒരു പോസ് കാണും, PAUSE പോസ് അല്ലെങ്കിൽ സെഷുറ. ഓരോ ലൈനിനെ ഡിവൈഡ് ചെയ്യും 2 ഹാഫായിട്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിതമിക് പാറ്റേൺ ഉണ്ടായിരുന്നു. സോ അത് ഭയങ്കര ഈസി ആയിരുന്നു മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഈ ലൈൻസ്. കോമ്പൗണ്ട് മെറ്റഫേഴ്സ് കൂടുതലുണ്ടായിരുന്നു. കോമ്പൗണ്ട് മെറ്റഫേഴ്സ് എന്നതിൻ്റെ മറ്റൊരു പേരാണ് കെന്നിങ്സ്, KENNINGS. അതായത് ഇപ്പം നമ്മൾ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 വേർഡും കൂടി, ബ്ലാക്ക് ബോർഡ് എന്നുള്ളത് കോമ്പൗണ്ട് വേർഡാണ്. അതായത് 2 വേർഡും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ഒരു പുതിയ വേർഡ്, അതാണ് കോമ്പൗണ്ട് വേർഡ്സ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത് അതിനെയാണ്. കോമ്പൗണ്ട് മെറ്റഫേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പം അവർ പണ്ട് കാലത്തെ ഒരു വാക്കായിരുന്നു വെയിൽ റോഡ്, WHALE ROAD, വെയിൽ റോഡ് എന്ന് വെച്ചാൽ അവർ കടലിനെ പറയുന്നതാണ് വെയിൽ റോഡെന്ന്. അതൊരു കോമ്പൗണ്ട് മെറ്റഫറാണ്. അപ്പോൾ അതിന് അങ്ങനെയുള്ള വാക്കുകളെയാണ് കെന്നിങ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള പോംസിലൊക്കെ ഈ കോമ്പൗണ്ട് മെറ്റഫേഴ്സ് വളരെ കൂടുതലായിരുന്നു. ഇവരുടെ പോയിട്രി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാരിയേഴ്സിന് അല്ലെങ്കിൽ ഹീറോയിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ലോയൽറ്റി ആയിരുന്നു ഏറ്റവും സെൻട്രൽ തീമായിട്ടിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ടോണിലാണ് പോംസ് എഴുതുന്നത്. ക്രിസ്ത്യൻ തീംസും ഉണ്ടായിരുന്നു, പ്ലസ് പേഗൻ വർഷിപ്പിലെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫെയ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ തീമായിട്ട് വരുന്നു. ലൈഫിലെ ആ ഒരു ഫ്രജിലിറ്റി ഉണ്ടല്ലോ, അതായത് ഡെത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ തീംസ് ആയിട്ട് വരുന്നത്. ആൻഡ് ഒരുപാട് എലിജിയായിക് പോയട്രി ഉണ്ടായിരുന്നു, ELEGIAC. എലിജിയായിക് പോയട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്തിനെ അഡ്രസ്സ് ചെയ്ത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ അയാളെ അഡ്രസ്സ് ചെയ്ത് അയാളുടെ സോറോ, അയാൾ മരിച്ചതിന് ശേഷമുള്ള ആ ഒരു സോറോ ആൻഡ് ലോങ്ങിങ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ എഴുതുന്ന പോംസ് ആണ് എലിജി പോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ വോണ്ടറർ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു എലിജിയാക് പോയട്രി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എലിജിയാണ് ഓൾഡ് ഇംഗ്ലീഷ്, ആ ഒരു പോയട്രിയാണ് ദ വോണ്ടറർ എന്നുള്ളത്. പിന്നെ വാരിയർ കൾച്ചറിനെ കാണിക്കുന്നതായിരുന്നു ആംഗ്ലോ സാക്സൺ പോയട്രി ഫുള്ള്. നേച്ചർ ഇമേജറി വളരെ പവർഫുൾ ആയിരുന്നു. പിന്നെ ഓറൽ പോയറ്റ്സിനെ വിളിച്ചിരുന്ന പേര് സ്കോപ്സ് എന്നായിരുന്നു, SCOPS.
പിന്നെ സ്കോപ്പിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഹിസ്റ്ററിയെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. ചില പോംസ് റിലീജിയസ് പേർപ്പസിന് വേണ്ടിയും ഗോഡിനെ പ്രൈസ് ചെയ്യുന്നതിനുമായിരുന്നു. ചിലതിന് ഡൈഡാക്റ്റിക് റോൾസ് ആയിരുന്നു, അതായത് പഠിപ്പിക്കുന്ന, മൊറാലിറ്റി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിസ്റ്റം പഠിപ്പിക്കുന്ന പോംസും ഉണ്ടായിരുന്നു. പോയട്രിക്ക് ഒരു ഫിക്സഡ് സ്റ്റാൻഡ്സ് ആ ഫോം ഇല്ല. പിന്നെന്താണ് പറയുന്നത്, പിന്നെ എപ്പിക്സ്, അതായത് എപ്പിക് പോയട്രി എന്ന് പറയാൻ ഇവിടെ നമ്മൾ പറയുന്ന ബിയോവുൾഫാണ്. അതൊക്കെ ഹീറോയെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോംസ് ആണ്. ഷോർട്ട് പോംസും ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഫോർ എക്സാമ്പിൾ ഷോർട്ട് പോംസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റർ ബുക്ക് എന്ന് പറഞ്ഞ അവർക്കൊരു ഒരു ഒരു കളക്ഷൻ ഓഫ് പോംസ് ഉണ്ടായിരുന്നു. അതിനകത്തെല്ലാം ഷോർട്ട് പോംസ് അല്ലെങ്കിൽ റിഡിൽസ് പോലുള്ള പോംസ് ആണ് ഉള്ളത്. പിന്നെ ഈ ഓൾഡ് ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ഏറ്റവും സർവൈവിംഗ് ആയിട്ടൊരു മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ദി എക്സ്റ്റർ ബുക്ക് എന്നുള്ള ഈ ഒരു വർക്ക് മാത്രമാണ്. പിന്നെന്താണ്, ബോത്ത് എന്താ പറയുക, ക്രിസ്ത്യൻ ടീച്ചിങ്ങും ട്രൈബൽ ആയിട്ടുള്ള കാര്യങ്ങൾ എലമെൻസും ആംഗ്ലോ സാക്സൺ പോയട്രിയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ പിന്നെ വിമൺ ക്യാരക്ടേഴ്സ് എന്താണ് വളരെ പിന്നെ ഒക്കേഷണലായിട്ടേ വർക്കിനകത്തൊക്കെ വരത്തുള്ളൂ. ആൻഡ് അപ്പോൾ ആംഗ്ലോ സാക്സൺ പോയട്രി എന്ന് പറയുന്നത് വളരെ ഹീറോയിക് ആയിട്ടുള്ള എന്നാൽ സ്പിരിച്വൽ കൾച്ചർ സോറോഫുൾ ആയിട്ടുള്ള പോംസ് ആയിരുന്നു. ഇനിയുള്ളത് ബിയോവുൾഫ് എന്നുള്ള ഗ്രേറ്റസ്റ്റ് സർവൈവിംഗ് എപ്പിക് ഓഫ് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറാണ്. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിലെ ഗ്രേറ്റസ്റ്റ് എപ്പിക് പോമാണ് ബിയോവുൾഫ്. 3000 ലൈൻസ് ഉണ്ട്. ഓൾഡ് ഇംഗ്ലീഷിലാണ് അത് എഴുതിയിരിക്കുന്നത്. ബോത്ത് ഹീറോയിക് ആൻഡ് എലിജിയക് ടോണാണ് ഇതിനുള്ളത്. ബിയോവുൾഫ് എന്നുള്ളത് ഒരു ഹീറോ ആണ്. ഗീറ്റിഷ് ഹീറോ എന്നാണ് അറിയപ്പെടുന്നത്, GEATISH. അദ്ദേഹം ഡെൻമാർക്കിലോട്ട് ട്രാവൽ ചെയ്യുവാണ് കിങ് റോദ്ഗറിനെ സഹായിക്കാൻ വേണ്ടി. റോദ്ഗറിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഹാള് ഒരു മോൺസ്റ്റർ ഗ്രൻഡൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ബിയോവുൾഫിനെ ഇൻവൈറ്റ് ചെയ്ത് ഈ രാജാവ് ഗ്രൻഡലിനെ ഡിഫീറ്റ് ചെയ്യാനാണ്. ആൻഡ് ബിയോവുൾഫ് ഗ്രൻഡലിനെ ഡിഫീറ്റ് ചെയ്യുന്നു വിത്ത് ഹിസ് ബെയർ ഹാൻഡ്സ്. ലേറ്റർ ഗ്രൻഡലിൻ്റെ മദർ എന്ത് ചെയ്യുവാണ്, ബിയോവുൾഫിനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി വരുവാണ്. ബിയോവുൾഫ് അവരെയും കൊന്നു അണ്ടർ വാട്ടറിൽ വെച്ച്. ആഫ്റ്റർ ദീസ് വിക്ടറീസ് ബിയോവുൾഫ് ഹോമിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. ആൻഡ് ഇവൻച്വലി ഹി ബിക്കംസ് എ കിങ് ഓഫ് ദ ഗീറ്റ്സ്. ഓൾഡ് ഏജിൽ ബിയോവുൾഫ് ഒരു ഡ്രാഗണെ ഫേസ് ചെയ്യുന്നു. അയാളുടെ കിങ്ഡം അറ്റാക്ക് ചെയ്യാൻ വന്ന അയാൾ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് നല്ലൊരു വൂണ്ട് കിട്ടി. അങ്ങനെ ബിയോവുൾഫ് എന്ത് ചെയ്യുകയാണ്, ഫൈനൽ ബാറ്റിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. സോ പോം എൻഡ് ചെയ്യുന്നത് ബിയോവുൾഫിൻ്റെ ഫ്യൂണറലിലാണ്. ആളുകളെല്ലാം മോൺ ചെയ്ത് നടക്കുവാണ്, വിഷമിച്ച് നടക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് ഹീറോയിസം, ലോയൽറ്റി, ഫെയ്റ്റ്, മോർട്ടാലിറ്റി ഒക്കെയാണ്, ഡെത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ക്രിസ്ത്യൻ എലമെൻസും ഉണ്ട്, പേഗൻ കൾച്ചറിനെ കുറിച്ചും പറയുന്നുണ്ട്, വാരിയർ കൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മോൺസ്റ്റേഴ്സ് സിംബലൈസ് ചെയ്യുന്ന ഈവിളിനെയാണ്, അല്ലെങ്കിൽ ഡെത്തിൻ്റെ ഇന്നവിറ്റബിലിറ്റിയാണ്. ബിയോവുൾഫ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ ആംഗ്ലോ സാക്സൺ ഹീറോ, സ്ട്രോങ്, ലോയൽ ആൻഡ് ബ്രേവ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോവുൾഫിന് ഒരു ലോയൽ വാരിയർ ഉണ്ടായിരുന്നു. വിഗ്ലഫ് എന്നായിരുന്നു പേര്. ഈ വിഗ്ലഫ് സിംബലൈസ് ചെയ്യുന്നത് ആ ഒരു ലോയൽറ്റിയാണ്. അപ്പം പോം ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഇതിനകത്ത് കാണിക്കുന്നത് ഹ്യൂമൻ സ്ട്രഗിളിനെയാണ് കാണിക്കുന്നത്. ട്രഷർ, വെപ്പൺസ്, ബെറിയൽ റിച്വൽസ്, ഇതെല്ലാം ആംഗ്ലോ സാക്സൺ കൾച്ചറിനകത്ത് നമുക്ക് കാണാം. അതെല്ലാം ഈ പോയത്തിനകത്തും കാണാം. ഈ പോം ഒരു സിംഗിൾ മാനുസ്ക്രിപ്റ്റ് ആയിട്ടാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. ദ നോർവൽ കോഡക്സ് എന്നുള്ളതിനകത്താണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. ആ മാനുസ്ക്രിപ്റ്റിലാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. 1731 ഒരു ഫയറിൽ ഇത് നഷ്ടപ്പെട്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് സർവൈവ് ചെയ്തു. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, പിന്നെന്താണ് ബോത്ത് മോർട്ടാലിറ്റിയെക്കുറിച്ചും സ്ട്രെങ്ത്തിനെ കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു പോമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേഡ്മൺ ഫസ്റ്റ് നോൺ ഇംഗ്ലീഷ് പോയറ്റാണ്. 7th സെഞ്ച്വറിയിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ആൻഡ് അദ്ദേഹം ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള കൗഹേർഡ് ആയിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. വൺ നൈറ്റ് അദ്ദേഹത്തിനൊരു വിഷൻ കിട്ടുന്നു. അതായത് ഗോഡ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കമാൻഡ് ചെയ്യുവാണ് ഗോഡിൻ്റെ ക്രിയേഷനെ കുറിച്ച് പാട്ടുപാടി നടക്കുക എന്നുള്ളത്. സോ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ ഇദ്ദേഹം ഒരുപാട് കവിതകളൊക്കെ അങ്ങ് എഴുതി എന്നാണ് പറയുന്നത്, ഗോഡിനെ പ്രേസ് ചെയ്തുകൊണ്ടുള്ള. അങ്ങനെയുള്ള കവിതകളെയാണ് കേഡ്മൻസ് ഹിം എന്ന് പറയുന്നത്, HYMN, റിലീജിയസ് സോങ്സ്. ഈ കേഡ്മൻസ് ഹിമ്മാണ് ഓൾഡസ്റ്റ് സർവൈവിംഗ് പോം ഇൻ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഗോഡിനെ പ്രേസ് ചെയ്യുന്നു, മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. വളരെ സിമ്പിൾ ബട്ട് പവർഫുൾ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. കേഡ്മൻ പിന്നീട് കവിതയൊക്കെ എഴുതിയിട്ട് ഒരു മങ്കായി മാറുകയാണ്. ആൻഡ് ഹി ഡിവോട്ടഡ് ഹിസ് ലൈഫ് ടു കമ്പോസ് റിലീജിയസ് പോയട്രി. ബിബ്ലിക്കൽ സ്റ്റോറീസിനെയൊക്കെ ഓൾഡ് ഇംഗ്ലീഷിലോട്ട് ഇദ്ദേഹം പാരഫ്രൈസ് ചെയ്ത് എഴുതുന്നുണ്ട്. ക്രിസ്ത്യൻ ടീച്ചിങ്സ് ഒക്കെ ഇദ്ദേഹം ഓറലി സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കേഡ്മൻ്റെ പോയട്രിയാണ് ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. ആൻഡ് ഓൾസോ ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈലിനകത്ത് ജർമേനിക് പോയറ്റിക് ഫീച്ചേഴ്സും ക്രിസ്ത്യൻ കോണ്ടന്റും ഉണ്ടായിരുന്നു. ഗോഡിൻ്റെ ഗ്രേറ്റ്നെസ്, ആ സമയത്ത് ഇറങ്ങിയ പോംസിനകത്തെല്ലാം ഹീറോസ്, വാരിയേഴ്സ്, ആ കൾച്ചറൊക്കെ ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പോംസ് എന്ത് കൊണ്ടുവന്നു, ഇമ്പോർട്ടൻസ് കൊടുന്നു, ഗോഡിൻ്റെ ടീച്ചിങ്സ്, ഗോഡിനെ കുറിച്ച് പ്രേസ് ചെയ്തൊക്കെ എഴുതാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി പ്രിസർവ് ചെയ്തിരിക്കുന്നത് വെനറബിൾ ബീഡാണ്, എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്നുള്ള വർക്കിനകത്ത്.
കേഡ്മനെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് സേക്രഡ് പോയട്രി എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് കോമൺ പീപ്പിളിന് ബിബ്ലിക്കൽ നറേറ്റീവ്സ് ഒക്കെ അവരുടെ കോമൺ ലാംഗ്വേജിൽ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക്സ് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിനെ നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തു. ആൻഡ് ഇത്രയാണ് കേഡ്മൻ്റെ ഡീറ്റെയിൽസ്. അടുത്ത കിനി വൂൾഫാണ്. കിനി വൂൾഫിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ആംഗ്ലോ സാക്സൺ പോയിട്ടിൽ ഒരാളാണ്. 8th and 9th century ആ ഒരു കാലഘട്ടത്തിൽ ഇൻ ബിറ്റ്വീൻ ആ ഒരു കാലഘട്ടത്തിലായിരിക്കാം ഹി മൈറ്റ് ഹാവ് ലിവ്ഡ്. ഐഡന്റിറ്റി അൺസർട്ടൺ ആണ് കേട്ടോ. ചിലർ പറയുന്നുണ്ട് അദ്ദേഹം ഒരു മങ്ക് ആയിരുന്നു എന്ന്. 4 poems ഉണ്ട് ഇദ്ദേഹത്തിന്. ഈ പോംസിനെ വിളിക്കുന്നത് പോംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്രൈസ്റ്റ് ടു, എലീൻ, ജൂലിയാന, ദ ഫെയ്റ്റ്സ് ഓഫ് ദി അപ്പോസിൽസ്. കിൻ വൂൾഫിന്റെ പോയട്രി എന്ന് പറയുന്നത് ഡീപ്ലി ക്രിസ്ത്യൻ ആണ്. സന്യാസിമാരുടെ ലൈഫ്സ്, ബിബ്ലിക്കൽ നറേറ്റീവ്സിനൊക്കെ ആയിരുന്നു അതായത് ബൈബിളിലെ നറേറ്റീവ്സിനായിരുന്നു ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ എലീൻ എന്നുള്ള വർക്ക് സെയിന്റ് ഹെലേനയെ കുറിച്ചുള്ള കാര്യമായിരുന്നു പറയുന്നത്. ജൂലിയാന എന്ന് പറയുന്ന സെയിന്റ് ജൂലിയാനയുടെ മാർട്ടിയർഡമിനെ കുറിച്ച് പറയുന്നു. ക്രൈസ്റ്റ് ടു എന്ന് വെച്ചാൽ ക്രൈസ്റ്റിന്റെ ലൈഫ് ആൻഡ് സ്റ്റോറിയാണ് പറയുന്നത്. ഫെയ്റ്റ് ഓഫ് ദി അപ്പോസൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ അപ്പോസലന്മാരൊന്നും പറയത്തില്ലേ നമ്മൾ, അവരുടെ ജേർണിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കിൻ വോൾഫിന്റെ പോംസിനകത്ത് നല്ല രീതിയിലുള്ള ഇമേജസും അലട്രേഷനും ഒക്കെ ഉണ്ട്. ലാംഗ്വേജ് കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. കേട്ട്മൻ എന്നുള്ള പോയിറ്റിന്റെ ലാംഗ്വേജിനെക്കാളും കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് സ്റ്റൈലിഷ് ആണ് ഇദ്ദേഹത്തിന്റെ ലാംഗ്വേജ്. തിയോളജി പ്ലസ് ഹീറോയിക് സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. പിന്നെ എന്താ പറയുക, വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഓൾഡ് ഇംഗ്ലീഷ് പോയിറ്റ് ആയിരുന്നു. സാൽവേഷൻ, പിന്നെന്താണ് ലിറിക്കൽ ആൻഡ് എപ്പിക് ക്വാളിറ്റീസ്, സിംബോളിക് ഇമേജറി, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എന്താണ് പറയുന്ന പോംസിലെ തീംസ് എന്ന് പറയുന്നത്. ആൻഡ് ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ പോംസിലെ പ്രത്യേകത, കേട്ട്മൻ്റെ പോംസിലെ പ്രത്യേകത എന്ന് വെച്ചാൽ റിലീജിയസ് തീംസ് മാത്രമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോയത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹീറോയിക് ആയിട്ടുള്ള ആളുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഹീറോയിക് നെറേറ്റീവ്സ് ഉണ്ട്, പ്ലസ് റിലീജിയസ് തീംസും ആണുള്ളത്. ഇനി അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്ലോ സാക്സൺ പ്രോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ കിങ് ആൽഫ്രഡിന്റെ കോൺട്രിബ്യൂഷൻസും വെനറബിൾ ബീഡിനെ കുറിച്ചുമാണ് പറയുന്നത്. ആംഗ്ലോ സാക്സൺ പോയട്രി എന്ന് പറയുമ്പോൾ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിൽ പോയട്രിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. പ്രോസ് കുറച്ചും കൂടി ക്രിസ്ത്യനൈസേഷൻ ഒക്കെ കൂടുതലായപ്പോഴാണ്, ക്രിസ്ത്യാനിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്തപ്പോഴാണ് പ്രോസ് വരാൻ തുടങ്ങിയത്. സോ ഏർലിയസ്റ്റ് പ്രോസ് എന്ന് പറയുന്നത് റിലീജിയസ് ആയിരുന്നു. അത് മിഷണറീസും മങ്കുകളും അല്ലാതെ സന്യാസിമാരൊക്കെ ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ലാറ്റിൻ ആയിരുന്നു ലാംഗ്വേജ്. പിന്നീട് എന്താ പറയുക, ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ് പതുക്കെ ഗ്രാജുവലി എമേർജ്ഡ് ആയി. പ്രോസ് എന്ന് പറയുന്നത് സെർമൺസ് പറയാനും നിയമത്തിനെ കുറിച്ചും ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒക്കെ അതിനൊക്കെ എഴുതാൻ വേണ്ടിയാണ് പ്രോസ് യൂസ് ചെയ്തിരുന്നത്, ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഏർലി പ്രോസ് വളരെ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു, വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യായിരുന്നു. വൺ ഓഫ് ദി ഏർലിയസ്റ്റ് പ്രോസ് എന്ന് പറയുന്നത് എന്താ പറയുക, 7th century താമസിച്ചിരുന്ന കിങ് എഥൽബർട്ടിന്റെ ഒരു പിന്നെ വർക്കായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ നിയമങ്ങളായിരുന്നു ഏർലിയസ്റ്റ് പ്രോസ് എന്ന് പറയുന്നത്. സെർമൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ടീച്ചിങ് ക്രിസ്ത്യാനിറ്റി. പിന്നെ അതുപോലെ തന്നെ ആൽഫ്രിക് എന്നുള്ള ഒരു മേജർ പ്രോസ് റൈറ്റർ ഉണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം ഓൾഡ് ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നത്. പിന്നെ വൂൾസ്താൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു അനദർ ചേർച്ച്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെന്താ പറയുക, അദ്ദേഹം ഒരുപാട് പ്രോസ് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രോസിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ പോയിട്രി പോലെ ഇരിക്കും, റെപ്പറ്റീഷനും ഋതവും ഒക്കെ കാണും. ആംഗ്ലോ സാക്സൺ പ്രോസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണലായിരുന്നു, മോറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇത് ചെയ്തിരുന്നത്. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളാണ് ഏറ്റവും മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പ്രോസ് വർക്ക് എന്ന് പറയുന്നത്. അതൊരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിരുന്നു. കിങ് ആൽഫ്രഡിന്റെ ആൽഫ്രഡിന്റെ ടൈമിലെ കാര്യങ്ങളും അതുമെല്ലാം ഒക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ക്രോണിക്കിൾസിനകത്ത് എന്തൊക്കെ ഓരോ വർഷം നടന്നു, എന്തൊക്കെ ഇവന്റ്സ് ഉണ്ടായിരുന്നു, ഓരോ റൂളേഴ്സിന്റെ പ്രത്യേകതകളും അവരുടെ റൂൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ഏർലി ഹിസ്റ്ററി പരിശോധിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആയിരുന്നു. പിന്നെ റിലീജിയസ് ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബൈബിളിന്റെ, അതും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെയും പ്രോസ് വന്നു. പിന്നെ ലാറ്റിൻ വർക്ക്സിന്റെ പ്രോസ് ട്രാൻസ്ലേഷൻസ് ഉണ്ടായിരുന്നു. കിങ് ആൽഫ്രഡ് ആണ് കൂടുതലും ട്രാൻസ്ലേഷൻസ് നടത്തിയത്. പിന്നെ ലാറ്റിൻ വായിക്കാത്തവർക്ക് അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയി. ലീഗൽ പ്രോസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, മെഡിക്കൽ ടെക്സ്റ്റുകളെല്ലാം പ്രോസിൽ എഴുതാൻ തുടങ്ങി. ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ് വളരെ ഡൈഡാക്റ്റിക് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ആൻഡ് പ്രോസ് റൈറ്റിംഗ് കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയി മാറിയത് 10th and 11th centuryയിലാണ്. പിന്നെ എന്താണ്, പ്രോസ് ആണ് കുറച്ചും കൂടി പോയട്രിയെക്കാട്ടിലും ഫ്ലെക്സിബിൾ ആയിരുന്നത്. കാരണം പ്രാക്ടിക്കൽ മാറ്റേഴ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വളരെ എളുപ്പം പ്രോസ് ആയിരുന്നു.
അങ്ങനെ ആംഗ്ലോ സാക്സൺ പീരീഡിൽ, ബൈ ദ ലേറ്റ് ആംഗ്ലോ സാക്സൺ പീരീഡിൽ പ്രോസ് പോയട്രിക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടി. ഓക്കെ, പിന്നെ ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഓഫ് കിങ് ആൽഫ്രഡ്. ഞാൻ പറഞ്ഞല്ലോ കിങ് ആൽഫ്രഡ് ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തിയെന്ന്. സോ അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലാണ് പ്രോസ് കൂടുതലും ഫ്ലറിഷ്ഡ് ആയത്. അപ്പോൾ കിങ് ആൽഫ്രഡിനെയാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ് എന്ന് പറയുന്നത്. അദ്ദേഹം വെസെക്സ് ആയിരുന്നു റൂൾ ചെയ്തിരുന്നത്. ആ സമയത്ത് വൈക്കിങ്സ് ഇൻവേഡ് ചെയ്യുമായിരുന്നു വെസെക്സ് 9th സെഞ്ചുറിയിൽ. അദ്ദേഹം ഒരു വാരിയറാണ്. അദ്ദേഹം എഡ്യൂക്കേഷനും ലേണിങ്ങിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ആൽഫ്രഡ് ബിലീവ് ചെയ്തെന്ന് വെച്ചാൽ ഇഗ്നോറൻസ്, അജ്ഞത ആളുകളെ വീക്കാക്കി മാറ്റും എന്നായിരുന്നു. സോ അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഇദ്ദേഹം ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. ലാറ്റിൻ വർക്ക്സിനെ ഒരുപാട് ഓൾഡ് ഇംഗ്ലീഷിലോട്ട് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ ഇദ്ദേഹം ലോഞ്ച് ചെയ്തു. അതായത് എല്ലാവർക്കും ലേണിംഗ് ആക്സസബിൾ ആക്കി മാറ്റുക, ക്ലർജി തൊട്ട് ഫാമേഴ്സിന് വരെയുള്ള ആളുകൾക്ക്. അങ്ങനെ പേഴ്സണലി ഹി ഹിംസെൽഫ് ട്രാൻസ്ലേറ്റഡ് സെവറൽ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. അദ്ദേഹം പോപ്പ് ഗ്രിഗറിയുടെ പാസ്റ്ററൽ കെയർ എന്ന് പറഞ്ഞൊരു വർക്ക് ഇംഗ്ലീഷിലോട്ട്, അതായത് ഇംഗ്ലീഷ് ബിഷപ്സിന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെന്താണ്, അദ്ദേഹം ക്ലാസിക്കൽ ഫിലോസഫിയും ക്രിസ്ത്യൻ ടീച്ചിങ്ങും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വർക്ക്സ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ജോഗ്രഫിയെക്കുറിച്ച്, നോർത്തേൺ ജോഗ്രഫിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ്, അദ്ദേഹമാണ് വെനറബിൾ ബീഡിൻ്റെ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്നുള്ള വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ അദ്ദേഹം തന്നെ ആയിരുന്നു ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കിൻ്റെ എല്ലാം ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്, പ്രിഫസ് എഴുതുന്നത് ഇദ്ദേഹം തന്നെ ആയിരുന്നു. ഓൾഡ് ഇംഗ്ലീഷ് ബുക്സ് സ്കൂളിൽ യൂസ് ചെയ്യാൻ ഇദ്ദേഹം തന്നെ എൻകറേജ് ചെയ്തു. യങ് ആയിട്ടുള്ള ആളുകളെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് ഓൾസോ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എഴുതാനായിട്ട് ഇദ്ദേഹമാണ് കമ്മീഷൻ ചെയ്തത് തന്നെ ഈ ഒരു ഇത്. അപ്പോൾ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ അതുകൊണ്ടാണ് ഒരു നാഷണൽ റെക്കോർഡ് ഓഫ് ഹിസ്റ്ററി എന്ന് തന്നെ പറയുന്നത്. എഡ്യൂക്കേഷനെ ഇദ്ദേഹം ടൂൾ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. വൈക്കിങ്സിനെ ഇദ്ദേഹം പ്രതിരോധിച്ചതും എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ്. മോറൽ ലെസൺസ് ഒക്കെ പീപ്പിളിനെ യൂസ്ഫുൾ ആക്കി മാറ്റി ഇദ്ദേഹം. ആൻഡ് ഓൾസോ വിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ തന്നെ മിലിറ്ററി സ്ട്രെങ്ത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അദ്ദേഹം സ്വയം ഒരു ക്രിസ്ത്യൻ കിങ് ആയിട്ടാണ് സ്വയം കണ്ടിരുന്നത്. ആൻഡ് ഇദ്ദേഹം ഫെയ്ത്ത്, റീസൺ ഇതെല്ലാം ബാലൻസ് ചെയ്തിരുന്ന ഒരാളാണ്. ഓക്കെ, ഇനി വെനറബിൾ ബീഡാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ വെനറബിൾ ബീഡ് എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് എംബ്രിയൻ മങ്ക്, ഹിസ്റ്റോറിയൻ ആൻഡ് സ്കോളർ. ആൻഡ് അദ്ദേഹത്തിൻ്റെ മൊണാസ്ട്രീസ് എന്ന് പറയുന്നത് വെയർമൗത്ത് ആൻഡ് ജാരോ എന്നുള്ള സ്ഥലത്തുണ്ട്. ലാറ്റിനും ഗ്രീക്കും ഹീബ്രു ലാംഗ്വേജസും ഇദ്ദേഹത്തിന് അറിയായിരുന്നു. തിയോളജിയെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും സയൻസിനെക്കുറിച്ചും ലിറ്ററേച്ചറിനെക്കുറിച്ചും ഇദ്ദേഹം എഴുതി. മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നതാണ് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്നും ഇദ്ദേഹത്തിന് ഈ ഒരു ബുക്ക് എഴുതിയതിന് ശേഷം ഇദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ടിനെ കുറിച്ചുള്ള ഏർലിയസ്റ്റ് അക്കൗണ്ടാണിത്. ഈ ക്രിസ്ത്യാനിറ്റിയുടെ കമ്മിങ് ടു ഇംഗ്ലണ്ട് ഇദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെന്താണ്, സെയിൻറ്റ് അഗസ്റ്റിനെയൊക്കെ ഇദ്ദേഹം സെയിൻറ്റ് അഗസ്റ്റിൻ, അതായത് അഗസ്റ്റിനെ പോലെയുള്ള മിഷണറീസിനെയൊക്കെ ഇദ്ദേഹം ഒരുപാട് പ്രേസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, കേഡ്മൻ്റെ സ്റ്റോറിയെക്കുറിച്ചും കേഡ്മൻ്റെ വർക്ക്സിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ ബിബ്ലിക്കൽ ഒരുപാട് കമൻട്രീസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ പിന്നെ എന്താ പറയുക, ഈ AD എന്നുള്ള വാക്ക് പോപ്പുലറൈസ് ചെയ്തത് വെനറബിൾ ബീഡാണ്, അതായത് അന്നോ ഡൊമിനി എന്നുള്ള വാക്ക്. പിന്നെ സയൻറ്റിഫിക് വർക്ക്സിനെ കുറിച്ചും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആസ്ട്രോണമി, നേച്ചർ ആൻഡ് ഗ്രാമർ, ലാറ്റിൻ ഗ്രാമർ എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. വളരെ സിമ്പിളായിട്ടും ക്ലിയർ ആയിട്ടുമാണ് ഇദ്ദേഹം എഴുതുന്നത്. വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഹി നെവർ ലെഫ്റ്റ് ഹിസ് മൊണാസ്ട്രി. 735 ഇദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പീസ്ഫുൾ ഡെത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് ഓർമ്മയുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തിരുന്നു. ആൻഡ് പിന്നീട് ഇദ്ദേഹത്തിനെ സെയിൻ്റ് ആയിട്ട് കാനണൈസ് ചെയ്തു കേട്ടോ, വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ആൻഡ് ഡോക്ടർ ഓഫ് ദി ചർച്ച് ബൈ പോപ്പ് ലിയോ 13 ഇദ്ദേഹത്തിനെ ഡിക്ലെയർ ചെയ്തു ഡോക്ടർ ഓഫ് ദി ചർച്ച് എന്ന് പറഞ്ഞ്. ആൻഡ് ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്കാണ് ഇദ്ദേഹത്തിൻ്റെ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഉള്ളത്.